കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള യുദ്ധം പണ്ടുകാലത്തേ തുടങ്ങിയതാണ്. ചില അപൂർവം വീടുകളിൽ മാത്രമാണ് അവർ തമ്മിൽ സ്നേഹമുള്ളത്. അല്ലെങ്കിൽ എന്തോ ഒരു ശാപം പോലെ തലമുറകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണത്. ശരിക്കും ഒരു സമൂഹത്തിൻ്റെ ശാപം എന്ന് തന്നെ പറയാം. ശരിക്കും അമ്മായിയമ്മയ്ക്ക് സ്വന്തം മകനോടുള്ള പൊസസീവ്നെസ്സാണ്, പക്ഷേ മരുമകൾ അനുഭവിക്കുന്നത് അതിലും വലിയ ദുരിതമാണ്. വന്നു കയറിയ വീട്ടിൽ അനുഭവിക്കുന്ന ആ ദുരിതം ചിലർ അത് സിമ്പിളായി എടുത്ത് തള്ളിവിടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഭൂരിഭാഗം കേസുകളിലും അത് ഡൈവോഴ്സുകളിലാണ് എത്തുന്നത്. അതായത് ഒരു ജീവിതം തകർന്നു പോകുന്ന അവസ്ഥ. ഒരു പുരുഷനും സ്ത്രീയും ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് എത്രത്തോളം പാവനമായ രീതിയിലാണ് ദാമ്പത്യ ബന്ധത്തെ ഇന്ന് കരുതിയിരിക്കുന്നത്, അതിനെ വളരെ മോശമായ രീതിയിൽ, അതായത് ആ ബന്ധം തന്നെ തകർന്നു പോകാൻ ഇന്ന് ഈ പുരുഷൻ്റെ അമ്മായിമ്മപ്പോര് മൂലം ഇന്ന് നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് ശരിക്കും ഒരുപാട് പേര് കഷ്ടത്തിലാകുന്നു. അതായത് ഒരു മകൻ്റെ ജീവിതം തകരുന്നു, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം. ഇപ്പോൾ ഡൈവോഴ്സ് നടക്കാത്ത കേസുകളിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. വീട്ടിലൊരു മനസ്സമാധാനമില്ല ഒരു കാര്യത്തിനും. വളർന്നു വരുന്ന കുട്ടികളുടെ മാനസിക സ്ഥിതിയെ വരെ ഇത് ദോഷമായി ബാധിച്ചേക്കാം. കാരണം കുട്ടികളെന്നും വീട്ടിൽ വഴക്ക് നടക്കുന്നത് കണ്ടാണ് വളരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റേതായൊരു നെഗറ്റീവ് എനർജി അവരിലുണ്ടായേക്കാം. പല സ്ത്രീകളും ഇത് പിടിച്ചു നിൽക്കുകയാണ്. അതായത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പലരും കൈവിട്ട് ആത്മഹത്യയിലും പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്, സാമൂഹിക പ്രശ്നം തന്നെയാണ് അമ്മായിമ്മ പോരെന്ന് പറയുന്നത്. പലരും നിസ്സാരമായി തള്ളിക്കളയുന്നതാണ്. പല ജീവിതങ്ങളും വെച്ച് കളിക്കുന്ന ഒരു വലിയ ദോഷമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് അമ്മായിമ്മ പോര് എന്ന് ഇപ്പോൾ സമൂഹത്തിൽ അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വഴിപാട്, ഇതിൻ്റെ ദോഷങ്ങൾ, അല്ലെങ്കിൽ ഈ അമ്മായിയമ്മ മകളോടൊന്ന് സ്നേഹമാവാൻ വേണ്ടി മക്കൾ ആഗ്രഹിക്കും, ആണുങ്ങൾ ആഗ്രഹിക്കും. അവർക്ക് അവരുടെ അമ്മയും ഭാര്യയും സ്നേഹത്തോടു കൂടി പോകണമെന്നും അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അമ്മയും ഭാര്യയും ഇങ്ങനെയാണ്, അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല, വല്ല ഗൾഫിലേക്കും പോകാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ കരുതുന്ന ആണുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സമാധാനമായി ജീവിക്കാനായി നമുക്ക് ഒരു വഴിപാട് ചെയ്യാം. ചെയ്തു നോക്കിയാൽ ഫലമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിനുള്ളൊരു വഴിപാട് തന്നെയാണ്. അതിന് മാത്രമല്ല, ആര് തമ്മിൽ വിയോജിപ്പുണ്ടെങ്കിലും അവർ തമ്മിൽ അടുത്തു വരാൻ, അവർ തമ്മിൽ അതിപ്പോൾ ഭാര്യയും ഭർത്താവായാൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ വിയോജിപ്പാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാനൊരാളായിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കിപ്പോൾ അമ്മായിമ്മയും മരുമോളും തമ്മിൽ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഏത് കേസിലും നമ്മൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ പറയുന്ന ഒരു പ്രധാന വഴിപാടാണ് ഐകമത്യ പുഷ്പാഞ്ജലി. ഐകമത്യ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് ഭാര്യ ആയാലും ഭർത്താവായാലും അമ്മായിമ്മയായാലും മരുമോളായാലും ആര് തമ്മിലാണോ വഴക്കുള്ളത് അവർ തമ്മിൽ ഒത്തുചേർന്ന് ഒന്നായി ജീവിക്കാൻ, സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കാനുള്ള ഒരു വഴിപാടാണ് ഐകമത്യ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ചെയ്യുക നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുന്നതിന് ഫലമുണ്ടെന്നാണ്. അതുകൊണ്ട് മാത്രമല്ല, ഭഗവാനിൽ അർപ്പിതമായി വിശ്വാസത്തോടു കൂടി കുറച്ച് നാൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആധിക്യം കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മൾ എന്ത് വഴിപാട് ചെയ്യുകയാണെങ്കിലും അതിന് ഫലസിദ്ധി വരുന്നത് പ്രധാനമായും ഭഗവാന്റെ ഒരു ഇൻവോൾവ്മെൻ്റ് അവിടെ വരുമ്പോഴാണ്. നമ്മളിപ്പോൾ ഒരു വഴിപാട് ചെയ്തു, അതിൽ നമ്മുടെ മനസ്സർപ്പിക്കുന്നില്ല. ജ്യോത്സ്യൻ എഴുതി തന്നു, അതുകൊണ്ട് ഞാൻ ആ വഴിപാട് ചെയ്യുന്നു, ഇത് ചെയ്താൽ വല്ല കാര്യമുണ്ടോ നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യം കിട്ടാൻ പോകില്ല. നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടാവണം. ഐകമത്യ പുഷ്പാഞ്ജലി ശരിക്കും ഏറ്റവും നല്ലത് ചെയ്യുന്നത് ശിവപാർവതി സമേതമായൊരു അമ്പലത്തിലാണ്. അവിടെ ശിവനും പാർവതിയും
തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ കെട്ടുറപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത് ഒരു ഭാര്യയും ഭർത്താവാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു അമ്മായിയമ്മയും മരുമകളാണെങ്കിലും ആ സ്നേഹബന്ധമാണ്. അതായത് ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമല്ല, ഒരു സ്നേഹബന്ധം. എവിടെ ഒരു സ്നേഹബന്ധത്തിൽ ഉലച്ചിലുണ്ടോ അവിടെ നമ്മൾ ഐകമത്യ പുഷ്പാഞ്ജലി വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ, ഭഗവാനിൽ വിശ്വസിച്ച് ഭഗവാൻ ഇത് മാറ്റിത്തരുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലും ബലം കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ഐകമത്യ പുഷ്പാഞ്ജലി ഭാര്യയുടെയും അല്ലെങ്കിൽ അമ്മായിമ്മയുടെയും പേരും നാളും പറഞ്ഞ്, അല്ലെങ്കിൽ ആര് തമ്മിലാണോ വഴക്കുള്ളത് അവരുടെ പേരും നാളും പറഞ്ഞ് അവരുടെ പേരിൽ ഐകമത്യ പുഷ്പാഞ്ജലി ചെയ്യുക. ഇത് തുടർച്ചയായി കുറച്ച് നാൾ ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിൽ കുറച്ച് നാൾ കഴിഞ്ഞ് മാനസികമായി അത്രയുമുള്ള ഒരു ആധിക്യം കുറഞ്ഞ് പതുക്കെ സ്നേഹത്തിലേക്ക് വരും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ഒരു വഴിപാടാണല്ലോ ഇത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാമെന്നാണ് തോന്നുന്നത്. അങ്ങനെ പ്രശ്നങ്ങളുള്ളവർ ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് കുറച്ച് നാൾ ചെയ്ത് മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ച്, അപ്പോൾ ഭഗവാൻ എന്തായാലും ബലം തരാതിരിക്കില്ല. ഭഗവാൻ എന്തായാലും അത് ആ മനസ്സിലെ ആ ദുഃഖം കാണാതിരിക്കില്ല. അപ്പോൾ അതിനൊരു മാറ്റമുണ്ടായെന്ന് വരാം. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.